ഇറാനെ വളയുകയാണ് അമേരിക്ക. അമേരിക്ക മാത്രമല്ല, ഇന്ത്യ ഇപ്പൊ കർശനമായ ഒരു നിലപാടുകൂടി എടുക്കുന്നു. ഹോർമൂസിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടത് കൊണ്ട് ഇന്ത്യ കൃത്യമായ ഒരു സന്ദേശം ഇറാന് നൽകുന്നുണ്ട്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഹോർമൂസിൽ നാവികരെ കൂടി അയച്ചുകൊണ്ട് ഒരു നിർണായക നീക്കം, ഇന്ത്യൻ നാവികരെ കൂടി അയച്ചുകൊണ്ട്, നാവികസേനയെ കൂടി അയച്ചുകൊണ്ട് ഇന്ത്യ ഒരു നിർണായക നീക്കം നടത്താൻ പോകുന്നു എന്നുള്ളതാണ്. ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം, വെടിനിർത്തലൊക്കെ വന്ന് കരാറൊക്കെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി പശ്ചിമേഷ്യ ശാന്തമായി, ഇനി ഒന്നും ഉണ്ടാകില്ല എന്നൊക്കെ. പക്ഷേ വീണ്ടും അമേരിക്ക തുനിഞ്ഞിറങ്ങുമ്പോൾ അത് ഇന്ത്യക്ക് കൂടി ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് അല്ലെ? അല്ല, ഇന്ത്യക്ക് എപ്പോഴും പ്രതിസന്ധിയാണ്. കാരണം ഇന്ത്യ ഓയിലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്യാസിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ഈ പാശ്ചാത്യ രാജ്യങ്ങളെ, കൃത്യമായി പറഞ്ഞാൽ GCC രാജ്യങ്ങളെ അടക്കം ആശ്രയിച്ചേ പറ്റുള്ളൂ. നമുക്കിപ്പോഴും അറിയാലോ, ഗ്യാസിൻ്റെ ഷോർട്ടേജ് അവസാനിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഉയർന്ന പെട്രോൾ ഡീസൽ വില അത് പിന്നീട് കുറച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷാമം ഇപ്പോഴും ഉണ്ടെങ്കിലും അതൊന്നും അനുഭവിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ കൊണ്ടുപോകുന്നത് ഭരണകൂടത്തിൻ്റെ ഒരു നേട്ടമെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇപ്പോൾ എന്താണ്, ഇന്ത്യൻ നാവികർക്ക് നേരെ ഇറാൻ തുടർച്ചയായിട്ടുള്ള ആക്രമണം നടത്തുന്നു. അതെന്തിനു വേണ്ടിയാണ്? അതായത് ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളിൽ ഏറിയ പങ്കിലും നാവിക ഉദ്യോഗസ്ഥരായിട്ട് ജോലി ചെയ്യുന്നത് ഇന്ത്യക്കാരാ. അതെന്തുകൊണ്ടാണെന്ന് കൂടെ മനസ്സിലാക്കണം. ഈ കടൽ മേഖലയിൽ കപ്പലുകളെ നിയന്ത്രിക്കാനും അത്തരം ജോലികൾ ചെയ്യാനും ലോകത്ത് തന്നെ ഏറ്റവും മികവാർന്ന ഉദ്യോഗാർത്ഥികളിൽ ഏറിയ പങ്കും ഇന്ത്യക്കാരാണ്. അവർക്കാണ് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എങ്ങനെ കൃത്യമായിട്ട് അതിനെ തരണം ചെയ്യണം, കപ്പലുകൾ ഒരു സമാനമായ സാഹചര്യത്തിൽ വരുമ്പോൾ എങ്ങനെ കൂടുതൽ നിയന്ത്രിക്കണം, ഇത് കുറച്ച് അപകടകരമായ കാര്യം. സ്വന്തം ജീവനൊക്കെ പണയം വെച്ചിട്ട് ജോലി ചെയ്യുന്നു പറയാം. മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലെ പല ആളുകളും പറയുന്നത് അതൊരു അടിമപ്പണിയാണ്. കാരണം കടലിൽ ജോലിക്ക് പോയാൽ അറിയാലോ, കപ്പലിലൊക്കെ പോയാൽ 3 മാസം മുതൽ 6 മാസം വരെ കടലിൽ തന്നെയാണ് കഴിയേണ്ടത്. ആ സമയത്ത് ദിശയറിയാതെ കിഴക്കെവിടെ തെക്കെവിടെ ഒന്നും അറിയത്തില്ല. കനത്ത മഴയോ മഞ്ഞുവീഴ്ചയോ ഒക്കെ ഉണ്ടാകുവാണെങ്കിൽ സ്ഥലം പോലും തിരിച്ചറിയാൻ കഴിയാതെ GPS പോലും വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ നിൽക്കേണ്ടി വരും. അങ്ങനെ നിൽക്കുന്ന ജോലി ചെയ്യാനായിട്ട് ഇന്ത്യക്കാരേറെ തൽപരരാണ്, അവർ പോവുകയും ചെയ്യും. അങ്ങനെയല്ലേ ഒരു അമേരിക്കൻ കപ്പലിന്റെ അകത്ത് കുറെ നാവികർ ചേർന്ന് ഫ്രസ്ട്രേഷൻ കൂടി കപ്പലിന്റെ കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കണ്ണു തുറന്നാലും കണ്ണടച്ചാലും എപ്പം കഴിഞ്ഞാലും ചുറ്റും കടൽ മാത്രമല്ലേ കാണുന്നുള്ളൂ. കര എത്തണമെങ്കിൽ ഒരു മിനിമം 15 ദിവസമൊക്കെ യാത്ര ചെയ്യണം. അപ്പൊ രാവും പകലും ഈ കപ്പൽ യാത്ര ചെയ്തിട്ടാണ് 15 ദിവസം കൊണ്ട് എത്തുന്നത്. പിന്നെ ഈ കടൽ ചുരുക്കം എന്ന് പറയുന്നില്ലയോ, ഈ കാലാവസ്ഥ, ഇതൊക്കെ വളരെ പ്രതികൂലമല്ലേ. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ട് ഇവർ ഫ്രസ്ട്രേറ്റഡ് ആണ്. അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് ജോലി ചെയ്യാൻ മിടുക്കർ ഇന്ത്യക്കാരാ. അതുകൊണ്ടാണ് ഹോർമൂസിനും പരിസരത്തുമുള്ള നിരവധി കപ്പലുകളിൽ ഈ നാവികരായിട്ട് ഇന്ത്യക്കാരുള്ളത്. ഇപ്പം ഇന്ത്യക്കാരനായിട്ടുള്ള മഹാരാഷ്ട്ര സ്വദേശിയാണെന്ന് തോന്നുന്നു, അയാൾ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ GCC മേഖലയിലെ ഏറ്റവും അപകടകരമായ സ്ഥലം പിന്നിട്ടു, ഹോർമൂസിന്റെ അപകടകരമായ മേഖല പിന്നിട്ടു, അതുകൊണ്ട് ഇനി സേഫ് ആണെന്ന് പറഞ്ഞു. മണിക്കൂറുകൾക്കുള്ളിൽ ഇറാന്റെ വ്യോമാക്രമണം അവിടെ ഉണ്ടാവുകയും ഈ മെസ്സേജ് കൊടുത്ത നാവികനുണ്ടല്ലോ അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. അതോടുകൂടി ഇന്ത്യ വളരെ കർക്കശമായ നിലപാടെടുത്തു. ഇറാന്റെ സ്ഥാനപതിയെ വിളിച്ചു നിർത്തി ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതിനുശേഷം ചെയ്ത അടുത്ത നടപടി എന്ന് പറയുന്നത്, ഇനി ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയുടെ നിലപാട് ശക്തമായ തിരിച്ചടിയായിരിക്കും എന്നുള്ള വാണിംഗ് നൽകി. അതിനുശേഷം നമ്മളിപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ നേവിയെ അങ്ങോട്ടേക്ക് വിട്ടു. അതായത് നമ്മുടെ വാണിജ്യ കപ്പലുകൾക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനും നൽകണം, നമ്മുടെ കപ്പലിലുള്ള ഈ നാവികർക്ക് നേരെ ആക്രമണം നടത്തിയാൽ അതിനുള്ള തിരിച്ചടി നൽകണം. ഇതൊക്കെ നമ്മുടെ ലക്ഷ്യമാണ്. കൂടാതെ നമ്മുടെ നാട്ടിലേക്ക് ഇനി ഈ ഗ്യാസുമായിട്ടും ഓയിലുമായിട്ടും ഒക്കെ ധാരാളം കപ്പലുകൾ വരാനുണ്ട്. ഈ കപ്പലുകൾക്ക് നേരെ ഇത്തരം ആക്രമണം ഉണ്ടാകും. പക്ഷെ നേരത്തെ ഇറാൻ ഇന്ത്യൻ കപ്പലുകളെ ആക്രമിച്ചില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്താ അറിയോ, ഒമാൻ നിശ്ചയിക്കുന്ന ചില മേഖലകളിലൂടെ കപ്പലുകൾ പോയാൽ സേഫ് സോണിലൂടെ യാത്ര ചെയ്യാൻ പറ്റും. പക്ഷെ ഇറാൻ അതിന് അനുവദിക്കുന്നില്ല. ഇറാൻ പറയുന്നു, ഞങ്ങൾ പറയുന്ന കപ്പൽ പാതയിലൂടെ മാത്രമേ നിങ്ങൾ സഞ്ചരിക്കാവൂ. എന്തിനാണെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇറാന്റെ പ്രത്യേകിച്ച് IRGCയുടെ ഒക്കെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ അതിന് നൽകും. അതിന് പകരമായിട്ട് ഞങ്ങൾക്ക് എന്തോ ചെയ്യണം, കപ്പം നൽകണം, എന്ന് പറഞ്ഞാൽ ടോൾ നൽകണം. ഇതാണ് അവരുടെ ബുദ്ധി. പക്ഷേ ഇന്ത്യ നിലപാട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ആർക്കും ടോൾ നൽകാൻ തയ്യാറല്ല. ഇത് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറയുന്നത്. ഹോർമൂസ് കടലിടുക്ക് കടക്കാനായിട്ട് ആർക്കും കപ്പം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ എപ്പോഴെങ്കിലും ഹോർമൂസിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് ഏറ്റെടുത്താൽ അന്ന് മുതൽ ഞങ്ങൾ ടാക്സ് പിരിക്കും. എന്തിന്? അമേരിക്കൻ നേവി എല്ലാവിധ പ്രൊട്ടക്ഷനും കൊടുക്കും. ഇവിടെ ഇന്ത്യ എന്ന് പറയുന്നത് സമുദ്ര മേഖലയിൽ ഒരു വലിയ ശക്തി. അപ്പോൾ ക്വാഡ് പോലെയുള്ള സഖ്യങ്ങളുണ്ട്. ഇന്ത്യയും അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ചൈന ഉൾപ്പെടെയുള്ള നാവിക ശക്തികളെയൊക്കെ വെല്ലുവിളിക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ നാവിക കരുത്ത് ഇന്ന് വരെ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടില്ല പരസ്യമായി. എന്ന് വെച്ചാൽ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാകൂ. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് നമ്മുടെ കരസേനയും വ്യോമസേനയും ആക്രമണത്തിന് തുനിഞ്ഞിറങ്ങി. നാവികസേന റെസ്റ്റ് എടുക്കുകയായിരുന്നു. കാരണം നാവികസേന അന്ന് ആക്രമണം നടത്തിയിരുന്നെങ്കിൽ ലാഹോറും
കറാച്ചി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഒരുപക്ഷെ തകർന്നു പോയതിന്. അത്തരം നീക്കം വേണ്ടെന്ന് വെച്ചു. ഇവിടെ എന്താണ്, ഇന്ത്യക്കാരായ വൈമാനികർക്ക് നേരെ തുടർച്ചയായിട്ടുള്ള ആക്രമണം. ഒരു ദിവസം 2 കപ്പലുകൾ നേരെ ആക്രമണം നടത്തി, ഒരാൾ കൊല്ലപ്പെട്ടു, 10-20 പേർക്ക് പരിക്കേറ്റു. ഇതിനി അനുവദിക്കാൻ പറ്റില്ല. കാരണം സൈപ്രസിന്റെ പതാക വെച്ച് പോയ കപ്പലിന് നേരെയാണ് ആക്രമണം നടത്തിയത്. അപ്പൊ ഇന്ത്യയുടെ പതാക വെക്കണമെന്നില്ല കപ്പലില്. ആ സമയത്ത് ഇന്ത്യക്കാരുണ്ടാകുമെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ നേവി കൂടുതൽ ജാഗരൂകരായിരിക്കുകയാണ്. അതുകൊണ്ട് കപ്പലുകളോ അന്തർവാഹിനികളോ എന്തൊക്കെ സന്നാഹങ്ങൾ വേണോ, മിസൈലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ആയുധങ്ങളുമായിട്ട് നമ്മൾ കടലിൽ സംരക്ഷണത്തിന് പോകുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യയുടെ വാണിജ്യ കപ്പലുകളെ സംരക്ഷിക്കാൻ എന്നാണ് പറയുന്നത്. പക്ഷേ അമേരിക്കയും ഇന്ത്യയും ഒക്കെ ഉൾപ്പെടുന്ന ക്വാഡ് സഖ്യം ഉള്ളതുകൊണ്ട് അമേരിക്കയും ഇതുപോലെ തന്നെ സമുദ്രത്തിൽ ഒരു ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുകയും നിലപാടുകൾക്കനുസരിച്ച് ആക്രമണം നടത്തുകയും ചെയ്താൽ ഒരുപക്ഷെ ഇന്ത്യയും കൂടാം. മറ്റൊന്നിനും കൊണ്ടല്ല, അമേരിക്കയോടുള്ള സഖ്യം കൊണ്ടല്ല, ഇറാനുള്ള വിരോധം കൊണ്ടല്ല. പക്ഷേ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ, നമ്മുടെ കപ്പലുകളെയൊക്കെ സംരക്ഷിക്കാനുള്ള നീക്കം ഇറാൻ ഇപ്പോൾ മറ്റൊരു നീക്കം നടത്തുന്നുണ്ട്. നമുക്കറിയാലോ, ഇറാന്റെ പരമോന്നത നേതാവായിട്ട് വരാൻ സാധ്യതയുള്ള മുജ്തബ ഖമനേയി ആയിരുന്നു. പക്ഷേ മുജ്തബ ഖമനേയി വേണ്ട എന്നും അലി ഖമനേയി എന്ന് പറയുന്ന പഴയ ഖൊമേനിയുടെ ഒരു ചെറുമകനുണ്ട്, ആ ചെറുമകനെ അവരോധിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. അതിന്റെ പിന്നിൽ IRGCയുടെ കാര്യങ്ങളുണ്ട്. അങ്ങനെ നീക്കിയാൽ പഴയ വിപ്ലവ വീര്യത്തോടെ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇറാനിലേക്ക് ഇന്ത്യൻ നേവിയുടെ കപ്പലുകൾ പോകുന്നു എന്ന് പറയുന്നതിനെ അത്ര നിസ്സാരമായി കാണേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും സിബിജി പറഞ്ഞത് വളരെ വ്യക്തമാണ്. അതായത് ഇന്ത്യ ഒരു ഉരുക്ക് കോട്ട അങ്ങ് തീർക്കുകയാണ്. ഇനി നമ്മുടെ ഒരു നാവികരെയും തൊടാൻ സമ്മതിക്കില്ല. കൃത്യമായ നിർദ്ദേശമാണ്, അല്ലെങ്കിൽ കൃത്യമായ സന്ദേശം തന്നെയാണ് ഇറാന് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഇന്ത്യൻ നേവിയിൽ കപ്പലുകളിൽ പോകുന്ന ഉദ്യോഗസ്ഥരെ തൊട്ടാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഇറാന്റെ ഇന്ത്യയിലുള്ള ഡെപ്യൂട്ടി ചീഫ് മിഷണറിയെ വിളിച്ചിട്ടാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു കടുത്ത നിലപാട് വിദേശ മന്ത്രാലയം അറിയിച്ചിരിക്കും, ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം. കാരണം നമ്മളെ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഹോർമൂസ് വഴി ഇന്ത്യൻ കപ്പലുകൾക്ക് കടന്നു പോകാൻ ഞങ്ങൾ തടയില്ല എന്നാണ് ഇറാൻ പറഞ്ഞത്. കാരണം ഇന്ത്യ ഇറാനും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് നമുക്കറിയാം. സ്വാഭാവികമായി ഇപ്പോ അമേരിക്ക പറയുന്നു ഹോർമൂസിലെ പിടി ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങളാണ് ഇനി ഹോർമൂസ് നിയന്ത്രിക്കാൻ പോകുന്നത്, ഇനി ഹോർമൂസിൽ എത്ര കപ്പലുകൾ പോകണം, ആരൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഞങ്ങളാണ് എന്ന്. ഒരു ഭാഗത്ത് ഇറാൻ പറയുന്നു അല്ല, ഞങ്ങളാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആയത്തുള്ള അലി ഖമനേയി ഉണ്ടായ സമയത്ത് 12 ദിവസത്തെ ഒരു വാർ ഇറാനിൽ നടന്നു. അന്ന് ഹോർമൂസിന് 12 days വാർ. അന്ന് ഹോർമൂസിനെ തൊട്ടുള്ള ഒരു കളിയും ഒരു രാജ്യങ്ങൾ നടത്തിയില്ല, ഇറാനും നടത്തിയില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് ഇറാനും കൂടി ഈ എണ്ണയും അതും ഇതൊക്കെ ഇറാനെ സംബന്ധിച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷെ പിന്നീട് വന്ന ആയത്തുള്ള അലി ഖമനേയി മരിച്ചതിന് ശേഷം പിന്നീട് അവിടെ നയിക്കാൻ ഒരാളില്ല. അവരെല്ലാ മേഖലയിലും അങ്ങ് കയറി നിരങ്ങുന്ന തരത്തിലേക്ക് IRGC ഒരു കാര്യം പറയുന്നു, അത് അംഗീകരിക്കാതെ ഇറാൻ ഭരണകൂടം വേറൊരു കാര്യം പറയുന്നു. പുതിയ മുജ്തബ ഖമനേയിയെ കാണാനില്ല, പുതിയ നേതാവ് അലി ഖമനേയി വരുന്നു എന്ന് പറയുന്നു. അപ്പോ കൃത്യമായ ഒരു നേതൃത്വം ഇല്ല ഇറാന് എന്നുള്ളതാണ് നമ്മളിപ്പോ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും പുതിയ നേതൃത്വം വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി ഇപ്പൊ പെഷസ്ക്യാനൊക്കെ ചർച്ച ചെയ്ത് ഇത് തീരുമാനിക്കണം എന്നാണ് അവർ പറയുന്നത്. ഇറാൻ പ്രസിഡന്റ് ഒക്കെ പറയുന്നത് ചർച്ച ചെയ്ത് നമുക്കിത് തീരുമാനിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ IRGC പറയുന്നത് എന്താണ്? IRGC മത നേതാക്കളെ സംരക്ഷിക്കുന്ന ഒരു കവചം കൂടിയാണ് IRGC. അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ കൂറികളെ എടുത്തു പോകാം, ഇതൊക്കെയാണ് അവരുടെ ഒരു രീതി. അല്ലാതെ രാജ്യത്ത് സമാധാനം ഉണ്ടാക്കണമെന്നോ അരക്ഷിതാവസ്ഥ മാറണമെന്നൊന്നും അവർക്കില്ല. അവരെ സംബന്ധിച്ച് അതാണ്. അപ്പോ സ്വാഭാവികമായും ഇനി ഇന്ത്യയുടെ നിലപാട് എന്തായാലും നിർണായകം തന്നെയാണ്. ഇന്ത്യ തുനിഞ്ഞിറങ്ങുകയാണ്.